മലയാള സിനിമയിലെ സീനിയർ നടന്മാർ ഒരുപാട് ലവ് സോങ്ങുകൾ പാടി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ലവ് സോങ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് സോങ് പറയും? ആ സോങ്ങുകളാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ എപ്പിസോഡിൽ ഞാൻ ഒറിജിനൽ പാട്ടുകളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല, അത് കോപ്പിറൈറ്റ് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ പാട്ട് ഏതാണെന്ന് മാത്രം പറയാം. ആദ്യത്തെ ആക്ടർ മമ്മൂട്ടി. മമ്മൂക്കയുടെ കരിയറിൽ ഒരുപാട് നല്ല ലവ് സോങ്ങുകളുണ്ട്. കുറച്ച് പഴയ ഒരു പാട്ട് നോക്കുകയാണെങ്കിൽ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളാകുന്ന ഭാര്യയോടാണ് പറയുന്നത്. ആ ഒരു പാട്ടിന് നമ്മുടെ ഒരു കൾച്ചറിൽ, നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ട്. എത്രയോ ജനറേഷൻസ് ആയിട്ട് ആ ഒരു പാട്ട് പറഞ്ഞ എല്ലാവർക്കും അറിയാം. ഒരു ഭാര്യയോട് ഭർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സോങ്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് പുകഴ്ത്തുന്ന ഒരു സോങ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ആ ഒരു പാട്ടാണ്. പിന്നെയും ഒരുപാട് ലവ് സോങ്ങുകൾ അദ്ദേഹം പല നായികമാരോടൊപ്പം ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു സോങ് ഉണ്ട്. ആ ഒരു സോങ്ങിന് മറ്റൊരു സോങ്ങിനും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും എഫർട്ട്ലെസ് ആയിട്ട് അദ്ദേഹം പാടി അഭിനയിച്ചിട്ടുള്ളൊരു പാട്ട് ഈ ഒരു സോങ് തന്നെയാണ്. അത് അഴകിയ രാവണൻ എന്ന സിനിമയിലെ വെണ്ണില ചന്ദനക്കിണ്ണം എന്നുള്ളൊരു പാട്ടാണ്. ആ പാട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയും എഫർട്ട്ലെസ് ആയിട്ട് ഒരു സ്ട്രെയിനും എടുക്കാതെ മമ്മൂക്ക ഏറ്റവും എൻജോയ് ചെയ്തിട്ട് പാടി അഭിനയിച്ചിരിക്കുന്നൊരു പാട്ട് എന്നൊരു ഫീല് ആ പാട്ട് കാണുമ്പോൾ തോന്നും. ആ പാട്ട് ശ്രദ്ധിച്ചാൽ അറിയാം, അത് പാടുന്ന സമയത്തുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് ആയിക്കോട്ടെ, വഞ്ചി തുഴയുന്നതിൻ്റെ താളമായിക്കോട്ടെ, അതെല്ലാം ഭയങ്കര റിതം നമുക്ക് ഫീൽ ചെയ്യും. ആ പാട്ട് അവസാനിക്കാറാകുമ്പോൾ ഇങ്ങനെ കിടന്ന് എഴുന്നേറ്റ് വന്നിട്ടൊന്ന് തുഴയുന്നൊരു ഷോട്ടുണ്ട്. ഭയങ്കര രസമാണ് ആ ഒരു ഷോട്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഷൂട്ടിങ്ങിനെ പറ്റിയിട്ട് കമൽ സാറ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അതായത് ഇത് റെക്കോർഡ് ചെയ്തിട്ട് വേറൊരു വഞ്ചിയിലിരുന്നിട്ട് ഈ പാട്ട് പ്ലേ ചെയ്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഒരു ടെക്നിക്കൽ പ്രശ്നം കൊണ്ട് ഇത് പ്ലേ ആവാതിരിക്കുമോ, അതോ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റാതിരിക്കുമോ, അങ്ങനെ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ടെൻഷൻ. കാരണം ഫസ്റ്റ് ഇത് നോക്കുന്ന സമയത്ത് ഇതിൽ എന്തോ ഒരു ഔട്ട് ഓഫ് സിങ്ക്, ഈ ലിപ് സിങ്കും ഈ പാട്ടും തമ്മിൽ സിങ്ക് ആവാത്തൊരു പ്രശ്നം. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സിങ്ക് ആവുന്നില്ല, ഇനി വീണ്ടും ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മമ്മൂക്ക ദേഷ്യപ്പെടും. അപ്പോൾ ആ ഒരു പേടിയിലാണ് ഇവർ എഡിറ്റ് ചെയ്ത് നോക്കിയത്. പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് സിങ്കായിട്ട് കിട്ടി. നമ്മളിപ്പോൾ ആ പാട്ട് കാണുകയാണെങ്കിൽ അത് ഇത്രയും ടെക്നിക്കൽ ഡിഫിക്കൽറ്റിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്ന ഒരു പാട്ടാണെന്നേ ഫീൽ ചെയ്യില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരു പാട്ടായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അടുത്ത ആക്ടർ മോഹൻലാൽ. ലാലേട്ടൻ്റെ കരിയറിൽ നമുക്ക് ഈ പ്രിയദർശൻ സിനിമകൾ എടുത്താൽ മാത്രം തന്നെ ഇഷ്ടം പോലെ നല്ല ലവ് സോങ്സ് കിട്ടും. ഈ ഒരു സെഗ്മെൻറ്റിൽ എടുത്തിരിക്കുന്നത് നായകൻ നായികയ്ക്കൊപ്പം പാടുന്ന പാട്ടുകളല്ല, നായകൻ കാമുകിയെ ഓർത്ത് പ്രണയത്തോടെ പാടുന്ന ലവ് സോങ്ങുകളാണ്. ആ ഒരു കാറ്റഗറിയിൽ നോക്കുമ്പോൾ ലാലേട്ടൻ്റെ കരിയറിലെ ഏറ്റവും നല്ല റൊമാൻറ്റിക് സോങ് എന്ന് പറയുന്നത് പ്രിയദർശൻ സിനിമയിലോ സത്യനന്ദിക്കാട് സിനിമകളിലോ ഉള്ളതല്ല, അതൊരു വേണു നാഗവള്ളി സിനിമയിലാണ്. അഗ്നിദേവൻ എന്ന സിനിമയിലെ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ എന്ന പാട്ടാണ്. ആ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിൽ രേവതിയുടെ ക്യാരക്ടർ പറയുന്ന ഒരു ചെറിയ നരേഷനിലൂടെയാണ് തുടങ്ങുന്നത്. എഴുത്തുപുര വീട്ടിലാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ കാണുന്നത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോഴാണ് ഈ കളിക്കൂട്ടുകാരിയോട് അയാൾക്ക് പ്രണയം ശരിക്കും സ്വയം തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിലൂടെയാണ് ആ പാട്ട് പോകുന്നത്. ഈ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പാടി നടക്കുന്നതിൻ്റെ ഇടയിലും ഇടയ്ക്ക് ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് ലാലേട്ടൻ ഇങ്ങനെ പുഞ്ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളും പ്രേമിക്കുന്ന സമയത്തൊക്കെ ആ സ്റ്റേജിൽ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇടയ്ക്ക് ചില കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണും, സങ്കല്പിച്ച് നോക്കും, എന്നിട്ട് നമ്മൾ അറിയാതെ നമ്മൾ പുഞ്ചിരിക്കും. അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ആ പാട്ടിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഇത് പാടിയിരിക്കുന്ന രീതി, എം ജി ശ്രീകുമാർ എന്ന സിംഗർ, അദ്ദേഹം നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുള്ള എല്ലാ ടൈപ്പ് പാട്ടുകളും ഗംഭീരമായിട്ട് പാടുന്നൊരു സിംഗറാണ്. ഫാസ്റ്റ് നമ്പർ ആയിക്കോട്ടെ, മെലഡി ആയിക്കോട്ടെ, ക്ലാസിക്കലോ സെമി ക്ലാസിക്കലോ ഏത് വേണമെങ്കിലും അദ്ദേഹം പക്കയായിട്ട് പാടും. അദ്ദേഹത്തിൻ്റെ കരിയറിലെ മിക്കവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിയദർശൻ സിനിമകളിലുള്ളതോ അല്ലെങ്കിൽ കിരീടത്തിലെ കണ്ണീർ പൂവിൻ്റെ ആ പാട്ടൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എം ജി ശ്രീകുമാർ സോങ് എന്ന് പറയുന്നത് ഈ ഒരു ഗാനമാണ്. എന്തെങ്കിലും എം ജി ശ്രീകുമാർ എന്ന ഗായകനെ അടുത്ത് കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ഈ പാട്ട് ഒരു 2 വരി പാടുന്നത് അടുത്തിരുന്ന് കേൾക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഈ പാട്ടിൽ ഒരുപാട് ഫീലുണ്ട്. ജയചന്ദ്രൻ എന്ന സിംഗറിനെയാണ് ഭാവഗായകനായിട്ട് പറയാം. പക്ഷേ മറ്റ് ഗാനങ്ങളെക്കാൾ കൂടുതൽ എം ജി ശ്രീകുമാറിൻ്റെ മറ്റ് മെലഡികൾ അല്ലെങ്കിൽ ലവ് സോങ്ങുകളെക്കാൾ കൂടുതൽ ഈ ഒരു പാട്ടിൽ നല്ല ഭാവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ റൊമാൻറ്റിക് ഫീല് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. സോ ലാലേട്ടൻ്റെ ഒരുപാട് ലവ് സോങ്ങുകൾക്കിടയിൽ എൻ്റെ ഫേവറേറ്റ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണയം ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ ഉള്ള കാമുക ഭാവത്തോടു കൂടിയുള്ള പാടി അഭിനയിക്കുന്ന ഒരു ലവ് സോങ് എന്ന് പറയുന്നതിൽ ഏറ്റവും ബെസ്റ്റ്
അഗ്നിദേവനിലെ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ എന്ന പാട്ടാണ്. അടുത്ത ആക്ടർ മുരളി. മുരളി എന്ന നടൻ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പരുക്കൻ ഭാവങ്ങളുള്ള ഗംഭീര ആക്ടിങ് ടാലൻ്റ് ഉള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെയും പക്ഷേ കുറച്ച് നല്ല ലവ് സോങ്ങുകളുണ്ട്. അതിലൊരു മോസ്റ്റ് പോപ്പുലർ എന്ന് പറയാവുന്നത്, നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ ഐ മിസ് യു എന്നതിന് ഏറ്റവും മനോഹരമായി പറഞ്ഞിരിക്കുന്നത് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്ന് പറയുന്ന ലിറിക്സിലൂടെയാണ്. ആ പാട്ടിൽ സ്ക്രീനിൽ അഭിനയിച്ചിരിക്കുന്നത് മുരളി എന്ന ആക്ടറാണ്. അപ്പോൾ അതിൽ പക്ഷേ ലിപ്സിംഗ് ഇല്ല, അദ്ദേഹം പാടി അഭിനയിക്കുന്നില്ല. പിന്നെ വളയം എന്ന സിനിമയിലും വെങ്കലം എന്ന സിനിമയിലും എല്ലാം അത്യാവശ്യം റൊമാൻറ്റിക് സോങ്ങുകളുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് കരിയറിൽ കുറേ കൂടെ കാലങ്ങൾക്ക് ശേഷം, കുറച്ചുകൂടെ പ്രായമായതിനു ശേഷം അദ്ദേഹം പാടി അഭിനയിച്ച ഒരു പാട്ടാണ്. ആ സിനിമയിൽ അദ്ദേഹം അല്ല നായകൻ, പക്ഷേ ഇന്നും ആ സിനിമ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നൊരു ഗാനം അത് തന്നെയായിരിക്കും. സിനിമ ഗ്രാമഫോൺ, അതിലെ എന്തേ ഇന്നും വന്നില്ല എന്നുള്ള ഗാനമാണ് മുരളി എന്ന ആക്ടറിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല റൊമാൻറ്റിക് സോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊരു ടിപ്പിക്കൽ ലവ് സോങ് പോലെ വളരെ ഇമോഷണലായിട്ട് പാടി അഭിനയിച്ചിരിക്കുകയല്ല. ഈ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത് പാടുന്ന വിഷ്വൽസാണ് നമ്മളിൽ കാണുന്നത്. പക്ഷെ ആ പാട്ടിൽ വളരെ സീരിയസ് ആയ, വളരെ പക്വമായ ഒരു പ്രണയത്തിൻ്റെ ഒരു ലെയർ ഉണ്ട്. ഇതേ സമയം രേവതിയുടെ ക്യാരക്ടർ ഇതെല്ലാം ഓർക്കുന്ന വിഷ്വൽസും കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ പ്രണയവും നഷ്ടപ്രണയവും നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. അടുത്ത ആക്ടർ ജയറാം. നേരത്തെ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല ലവ് സോങ്സ് ഉണ്ട്. സോ ഈ കൂട്ടത്തിലെ ബെസ്റ്റ് എന്ന് പറയാവുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ലവ് സോങ് എന്ന് പറയുന്നത് കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന സിനിമയിലെ പിന്നെയും പിന്നെയും എന്നുള്ള ഗാനമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ പ്രണയമുള്ള ഒരു നായികയെ ഓർത്തുകൊണ്ട് പാടുന്ന പാട്ടാണത്. അതിലത്തെ എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, അത് പാടുന്ന രീതി ആയിക്കോട്ടെ, എസ്പെഷ്യലി ആ പാട്ടായിക്കോട്ടെ, വളരെ മനോഹരമാണ്. അടുത്ത ആക്ടർ മുകേഷ് എന്ന ആക്ടർ ഈ ഒരു മേഖലയിൽ, അതായത് പൂവാലൻ, കാമുകൻ എന്നൊക്കെയുള്ള ആ ഒരു കാറ്റഗറി ക്യാരക്ടറുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലവ് സോങ്ങുകളും ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലോ ഇടയിലോ ഒക്കെ വരുന്ന നല്ല മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഫീലായിട്ട് തോന്നിയിട്ടുള്ളത് ക്രോണിക് ബാച്ചലർ എന്ന സിനിമയിൽ സ്വയംവര ചന്ദ്രിക എന്നുള്ളൊരു ഗാനമാണ്. ഈ പാട്ട് മുഴുവനായിട്ടും ഒരു ലവ് സോങ് ആയിട്ടല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് തമാശ സീനുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനിടയിലും ഇദ്ദേഹം പാടി അഭിനയിക്കുന്ന പോർഷൻസിന് നല്ല ഫീലുണ്ട്. ആ സമയത്തുള്ള എക്സ്പ്രഷൻസ് ആണെങ്കിലും ആ സമയത്തുള്ള ആ വരികളുടെ ഒരു ഒഴുക്കാണെങ്കിലും വളരെ റൊമാൻറ്റിക്കാണ്. ആ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഫീല് ഈ ഒരു പാട്ടിനും ഉണ്ട്, അതേപോലെ പാടി അഭിനയിക്കുമ്പോഴും ഉണ്ട്. അടുത്ത ആക്ടർ സുരേഷ് ഗോപി. ഞാൻ തിരഞ്ഞതിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലൊന്നും ഇതേപോലെ അദ്ദേഹം പ്രണയം പാടി അഭിനയിക്കുന്ന പാട്ടുകളൊന്നും എനിക്ക് തപ്പിയിട്ട് കിട്ടില്ല. പക്ഷേ എൻ്റെ ഓർമ്മയിലുള്ള നല്ല റൊമാൻറ്റിക് ആയിട്ട് അദ്ദേഹം പാടുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ഡ്യൂയറ്റ് സോങ്ങുകളാണ്. ഒന്ന് ഡ്രീംസിലെ മണിമുറ്റത്താവണിപ്പന്തൽ എന്നുള്ളൊരു പാട്ട്, അതിന് ഒരു ഡാൻസ് സോങ് ആയിട്ടൊക്കെ പറയാമെങ്കിലും അതിനിടയിൽ ഇദ്ദേഹം പാടുന്ന പോർഷൻസൊക്കെ അത്യാവശ്യം നല്ല റൊമാൻറ്റിക്കാണ്. അതേപോലെ പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ കണ്ണാടി കൂടും കൂട്ടി, അതും അത്യാവശ്യം ഡാൻസ് വരുന്ന ഒരു സോങ് ആണെങ്കിലും അദ്ദേഹം പാടുന്ന ആ ഒരു പോർഷൻസൊക്കെ അത്യാവശ്യം റൊമാൻറ്റിക്കാണ്. കുറച്ചുകൂടി ഒരു സോഫ്റ്റ് സൈഡ് കാണുന്ന ഒരു പാട്ടാണത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ളതല്ല, അതൊരു ഡുവറ്റ് സോങ് തന്നെയാണ്. അത് ടൈം എന്ന സിനിമയിലെ ഒരു രാപ്പു എന്ന് പറയുന്ന പാട്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരുപാട് കാലം കഴിഞ്ഞ് വന്ന ഒരു ഗാനമാണ്. വിമലാരാമനാണ് അതിൽ നായിക. പക്ഷേ ഒരു യങ് ആക്ടറിനെയൊക്കെ വെച്ച് ചെയ്യുന്ന ടൈപ്പിലാണ് അതിൻ്റെ കൊറിയോഗ്രാഫി. ബട്ട് സ്റ്റിൽ അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അതുവരെ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഒരു പാട്ടാണ്. അതിനുശേഷവും അത്തരത്തിലുള്ള ഒരു ഗാനം വന്നിട്ടില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. സോ സുരേഷ് ഗോപി എന്ന ആക്ടറിൻ്റെ കരിയറിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സോങ് ചിത്രീകരിച്ചത് അദ്ദേഹത്തിന് ഈ ആക്ഷൻ ഹീറോ ഇമേജ് ഉണ്ടാക്കി കൊടുത്ത ഷാജി കൈലാസ് എന്ന സംവിധായകൻ തന്നെയാണ്. അടുത്ത ആക്ടർ ബിജു മേനോൻ എന്ന ആക്ടറിനെ കുറിച്ച് ഞാൻ ഫ്രണ്ട്സിനോട് തമാശയായിട്ട് പറയാറുള്ളത്, ലാലേട്ടൻ്റെ സൈസും മമ്മൂക്കയുടെ ഉയരമുള്ള സുരേഷ് ഗോപിയെ പോലെ ശബ്ദഗാംഭീര്യമുള്ള ആക്ടർ എന്ന രീതിയിലാണ്. മലയാള സിനിമയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു മാൻലി മാച്ചോ ഇമേജ് ഉള്ള ഒരു ആക്ടറായിരുന്നു, ടോൾ, ഡാർക്ക് ആൻഡ് ഹാൻസം, നമ്മുടെ പ്രിയപ്പെട്ട ബിജു മേനോൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെയും നല്ല സോഫ്റ്റർ ആയിട്ടുള്ള ലവ് സോങ്സ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലുള്ള ഇത് സോങ് അല്ല, ഒരു ഷോട്ട് മാത്രമാണ്. അപ്പോൾ ഒരു പ്രണയം ഉള്ളിൽ വന്നിട്ട് പാടി അഭിനയിക്കുന്ന സോങ്ങുകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷെ പാടാതെ തന്നെ ജസ്റ്റ് ഒരു നോട്ടം കൊണ്ട് ഈ ഉള്ളിലെ പ്രണയം മൊത്തം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഗംഭീര പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഒരു സോങ്ങിലുണ്ട്. അത് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ വരമഞ്ഞളാടിയ എന്ന ഗാനത്തിലാണ്. അപ്പോൾ ആ പാട്ട് മഞ്ജുവാര്യരുടെ ക്യാരക്ടർ പാടുമ്പോൾ ഇവിടെ ആ വാതിൽ ചാരി നിന്നിട്ടുള്ളൊരു നോട്ടമുണ്ട്.
ആ നോട്ടത്തിൽ തന്നെ എല്ലാം ഉണ്ട്. ആ ഉള്ളിലുള്ള പ്രണയം അത് പറയാൻ പറ്റുന്നില്ല, അത് അയാൾ ഉള്ളിൽ തന്നെ ഒതുക്കുകയാണ്. പക്ഷേ ഈ പുള്ളിക്കാരി പാടുന്നതിന് അത്രയും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് മുഴുവൻ ആ ഒരു നോട്ടത്തിലുണ്ട്. സോ നമുക്കൊരു എൻ്റയർ സോങ് വേണ്ടി വന്നില്ല. സോങ്ങിലൊരു പോർഷനിൽ ഒരു നോട്ടം കൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു കഥയൊക്കെ എഴുതി പണ്ട് ബ്ലോഗിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു റൊമാൻറ്റിക് സോങ് എന്ന രീതിയിൽ, അതായത് ഈ ഒരു പാടി അഭിനയിക്കുന്ന ഒരു റൊമാൻറ്റിക് സോങ് എന്ന് പറയുന്നത് മേഘമൽഹാർ എന്ന സിനിമയിലെ ഒരു നറുപുഷ്പമായി എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ടിൽ ഒരുപാട് വിഷ്വൽസ് ഉണ്ട്, ഇടയിൽ മാത്രം പാടുന്നൊരു ഫീലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള ചില നോട്ടങ്ങളുണ്ട്. ഇതിനു മുമ്പ് മഴയിലും ഇതേപോലെ ദ്വാദശിയിൽ എന്ന് പറയുന്ന പാട്ടിലും ചില പോർഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി നായകൻ പാടുന്ന, പ്രണയത്തോടെ നായകൻ പാടുന്ന പാട്ടുകൾ നമ്മൾ ഉൾക്കൊള്ളിക്കുമ്പോൾ ബിജു മേനോൻ്റെ കരിയറിലെ ഏറ്റവും നല്ല റൊമാൻറ്റിക് സോങ് എന്ന് പറയുന്നത് മേഘമൽഹാർ എന്ന സിനിമയിലെ ഒരു നറുപുഷ്പമായി എന്ന് പറയുന്ന ഗാനമാണ്. അടുത്ത ആക്ടർ ദിലീപ് എന്ന ആക്ടറിന് ഒരുപാട് നല്ല ലവ് സോങ്സ് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിനൊരു റൊമാൻറ്റിക് ഹീറോ ഇമേജ് വന്നില്ല. കാരണം അദ്ദേഹം കരിയർ തുടങ്ങിയ സമയത്ത് തന്നെ മലയാള സിനിമയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റൊമാൻറ്റിക് ഹീറോ കരിയർ സ്റ്റാർട്ട് ചെയ്തു. സോ ആ ഒരു ഓറയിൽ അല്ലെങ്കിൽ ആ ഒരു പൊലിപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു റൊമാൻറ്റിക് സൈഡ് നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലവ് സോങ്സ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നായികമാരുമായിട്ടുള്ളൊരു കെമിസ്ട്രിയും പാടുമ്പോൾ വരുന്ന മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസും ഒക്കെ ഗംഭീരമാണ്. അങ്ങനെ ഒരുപാട് നല്ല ലവ് സോങ്സ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ബോഡി ഗാർഡിലെ അരികത്തായ ആരോ എന്നുള്ളത്. ക്രോണിക് ബാച്ചലറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ തമാശ രംഗങ്ങളൊക്കെ ആയിട്ടാണ് ആ പാട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിലും അത്യാവശ്യം റൊമാൻറ്റിക് ആയിട്ടുള്ള വിഷ്വൽസുകളുണ്ട്. പിന്നെ കല്ലായി കടവത്ത് എന്ന് പറയുന്നൊരു ഗാനം, പിന്നെ വെട്ടത്തിൽ മഴത്തുള്ളികൾ എന്ന് പറയുന്നൊരു പാട്ട്, അവിടെ ഒരു വിരഹത്തിൻ്റെ ഒരു ഫീലാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഗാനങ്ങൾ, പോപ്പുലറായ ഒരുപാട് ലവ് സോങ്സ് അദ്ദേഹത്തിൻ്റെ കരിയറിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അല്പം അണ്ടർ റേറ്റഡ് ആയ ഒരു സിനിമയും ഒരു പാട്ടുമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ആ പാട്ടുള്ള എക്സ്പ്രഷൻസ്, അതിൽ പാടുമ്പോഴുള്ള ആ ഒരു ഫീലും എല്ലാം ഗംഭീരമായിരുന്നു. പക്ഷെ അതിന് അത്രയ്ക്കുള്ള ശ്രദ്ധ കിട്ടിയിട്ടില്ല. അത് കൽക്കത്ത ന്യൂസ് എന്ന സിനിമയിലെ എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണക്കിളി നീ എന്ന് പറയുന്ന ആ ഒരു പാട്ടാണ്. അതൊരു ഡ്യുവറ്റാണ്, നായകൻ ഒറ്റയ്ക്ക് പാടുന്നതല്ല. പക്ഷേ ആ പാട്ടിൽ ആ ഒരു റൊമാൻറ്റിക് പോർഷൻസ്, ഇദ്ദേഹം പാടുന്ന പോർഷൻസിലുള്ള ഫീല് ഗംഭീരമാണ്. ആ സമയത്ത് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ. അതേപോലെ പാട്ടും അത്രയും നല്ലൊരു പാട്ടാണ്. പക്ഷെ അതിന് മറ്റു പാട്ടുകൾക്കുള്ള അത്രയും ഒരു പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കുഞ്ചാക്കോ ബോബൻ എന്ന ആക്ടർ മലയാളത്തിലെ ഒരു റൊമാൻറ്റിക് ഹീറോ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാനങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു പാട്ട് ഇൻക്ലൂഡ് ചെയ്യാതെ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നായകന് പ്രണയം ഉള്ളിൽ തോന്നിയിട്ട് അത് പുറത്ത് പറയാതെ അത് കൊണ്ട് നടക്കുന്ന ഒരു നായകൻ. ഇത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോളേജിലോ സ്കൂളിലൊക്കെ ഒരു ക്രഷ് ഉള്ളപ്പോൾ നമുക്ക് ആ പ്രണയം തോന്നുന്നു, നമുക്കൊരു ഇഷ്ടം തോന്നുന്നു. പക്ഷേ നമ്മളിത് പറഞ്ഞിട്ടില്ല, നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. ഈ പ്രണയം ഉള്ളിൽ കൊണ്ട് നടക്കുന്നതിനൊരു പ്രത്യേക സുഖമുണ്ട്. ഇത് പ്രൊപ്പോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴോ കിട്ടുന്നതിനേക്കാളൊരു സുഖം, ആ ഒരു ഫീലാണ് ഇത് പറയാതെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ. അപ്പോൾ അത്തരം സിറ്റുവേഷൻ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മളുടെ ഒരു BGM എന്ന് പറയുന്നത്, ആ സമയത്ത് നമ്മളുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും ഒക്കെ ഉള്ളൊരു BGM ഈ ഒരു പാട്ടായിരുന്നു. അത് ആ സിനിമയിലും സിറ്റുവേഷൻ അതാണ്, അതിലെ ലിറിക്സും അങ്ങനെയാണ്. ആ പാട്ടിനും ഒരു സുഖമുണ്ട്, പിന്നെ പെർഫോമൻസും ഗംഭീരമാണ്. അത് നിറം എന്ന സിനിമയിലെ മിഴിയറിയാതെ വന്നു നീ എന്നുള്ളൊരു ഗാനമാണ്. നമ്മൾ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ആ ഒരു സിറ്റുവേഷനും അങ്ങനെയാണ്. ഉള്ളിലുള്ള പ്രണയം നിറഞ്ഞിട്ട് പാടുന്ന ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ആ എക്സ്പ്രഷൻസും അതിലുള്ള ആക്ടിവിറ്റീസും എല്ലാം പെർഫെക്റ്റാണ്. സോ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് പേർക്ക് ജീവിതത്തിലെ പല സമയങ്ങളിലും ഇത്തരം സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സോങ് എന്ന് പറയുന്നത് ഈ നിറത്തിലെ മിഴിയറിയാതെ വന്നു നീ എന്നുള്ള ഗാനം തന്നെ ആയിരുന്നിരിക്കണം. ഇത് എൻ്റെ ഒരു ലിസ്റ്റാണ്. നിങ്ങൾക്ക് ഇവരുടെ വേറെ റൊമാൻറ്റിക് സോങ്സ് കുറച്ചൊരു ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്തരം ഗാനങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.